10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? അപ്പോൾ ഇവിടെ ടോട്ടൽ 10 കുട്ടികളുണ്ട്. അവിടെ നിന്നും 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി, പകരം മറ്റൊരാൾ വന്നു. അപ്പോൾ എന്താ പറയുന്നത്? ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പുതുതായി വന്ന ആ കുട്ടിയുടെ ഭാരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് പോയ ആളുടെ എന്താണോ തന്നിരിക്കുന്നത് അതിനാണ് പ്രാധാന്യം. പോയ ആളുടെ ഭാരമാണെങ്കിൽ ഭാരം, ഉയരമാണെങ്കിൽ ഉയരം, മാർക്കാണെങ്കിൽ മാർക്ക്, വയസ്സാണെങ്കിൽ വയസ്സ്, എന്ത് വേണോ ചോദിക്കാം, അതിനാണ് ഇവിടെ പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ വെറും 3 സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യും. ഓക്കെ, നോക്കിയേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു പോയ ആളുടെ എന്താണോ അതിനാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ ഇവിടുത്തെ പോയ ആളുടെ ഭാരം എന്ന് പറയുന്നത് 50 കിലോഗ്രാമാണ്. അതങ്ങ് എടുത്തെഴുതുക. 50 നമ്മളെടുത്തെഴുതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ വ്യത്യാസം വർധനവാണോ കുറവാണോ നോക്കുക. ഇവിടെ നോക്കി, 2 കിലോഗ്രാമിൻ്റെ വർധന ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 കിലോഗ്രാം കൂടിയാൽ ഇതിനോടൊപ്പം പ്ലസ് കൊടുക്കുക, കുറവാണെങ്കിൽ മൈനസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് വർധനവാണോ കുറവാണോ നോക്കുക. വർധനവാണ് എങ്കിൽ പ്ലസ് കൊടുക്കുക, കുറവാണ് എങ്കിൽ മൈനസ് കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇതിനോടൊപ്പം എന്താണ് കൂട്ടേണ്ടതെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണോ അതെടുക്കുക. ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം 10 അല്ലേ? 10 ടോട്ടൽ 10 പേരുണ്ടായിരുന്നു. ഒരാൾ പോയി മറ്റൊരാൾ വന്നു. അപ്പോൾ എണ്ണത്തിൽ മാറ്റമില്ല, 10 തന്നെയാണ്. ഈ 10നോടൊപ്പം ശരാശരിയിലെ വ്യത്യാസം അങ്ങ് ഗുണിക്കുക. ശരാശരിയിലെ വ്യത്യാസം 2 കിലോഗ്രാം എന്ന് ചോദിച്ചു തന്നിട്ടുണ്ട്. ആ 2 അങ്ങ് ഗുണിക്കുന്നു. 10 × 2 എത്രയാണ്? 20. ഈ 20 എടുത്ത് ഇതിനോടൊപ്പം അങ്ങ് കൂട്ടുക. 50 + 20, നമ്മുടെ ഉത്തരം എത്രയാണ്? 70. ഓപ്ഷൻ എ.